നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധത്തിന് ഒരു സുപ്രധാന ചുവടുവെപ്പായി. തന്ത്രപ്രധാനമായ ബന്ധം ഉയർത്താനുള്ള കരാറുകളോടൊപ്പം ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനുള്ള നിർണായക ഉടമ്പടികളിലും ഇരുവരും ഒപ്പുവെച്ചു. 2030 ആകുമ്പോഴേക്കും വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനായി ഖത്തർ ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപം നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, ഊർജം, സാംസ്കാരിക ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് നിരവധി സുപ്രധാന കരാറുകളിലാണ് ഇരുവരും ഒപ്പുവെച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ, ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയിൽ $10 ബില്യൺ നിക്ഷേപിക്കുന്നത്. സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഊർജ പങ്കാളിത്തം വികസിപ്പിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. മാത്രമല്ല, കായികം, ധനകാര്യം ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാനും തീരുമാനമായി. ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിൽ ഓഫീസ് തുറക്കുമെന്ന് ഖത്തർ അമീർ പ്രഖ്യാപിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ നിലവിലെ $14 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനുള്ള പുതുക്കിയ കരാർ ഉൾപ്പെടെ 6 കരാറുകളിൽ ഇന്ത്യയും ഖത്തറും ഒപ്പുവെച്ചു. ഇന്ത്യ ഖത്തർ ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ വേഗത്തിലാക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായിട്ടുണ്ട്. നിയമപാലനം, കള്ളപ്പണം വെളുപ്പിക്കൽ, മയക്കുമരുന്ന് കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ, മറ്റ് രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച അന്വേഷണങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഖത്തറും തീരുമാനിച്ചതായി ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം മോദി ഖത്തർ അമീർ കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം ചർച്ചയായിട്ടുണ്ട്. ഗാസയിലെ സാഹചര്യത്തെ കുറിച്ച് ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകൾ ആവർത്തിച്ചു. സംഘർഷം പരിഹരിക്കുന്നതിന് സംഭാഷണവും നയതന്ത്രവും ആവശ്യമാണെന്ന് ഇന്ത്യയും ഖത്തറും ഊന്നി പറയുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ അപലപിച്ച് പ്രധാനമന്ത്രി ഇന്ത്യൻ പൗരന്മാരുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി അമീർ നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഇതോടെ UAE, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യയുമായി തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച 5ാമത്തെ GCC രാജ്യമായി ഖത്തർ. ദ്വിദിന സന്ദർശനത്തിനായി തിങ്കളാഴ്ചയാണ് ഖത്തർ അമീർ ഇന്ത്യയിൽ എത്തിയത്. 10 വർഷത്തിനിടെ ആദ്യമായാണ് ഖത്തർ അമീർ ഇന്ത്യ സന്ദർശിക്കുന്നത്. 2015 മാർച്ചിലായിരുന്നു ആദ്യ സന്ദർശനം. 8 ലക്ഷം ഇന്ത്യൻ പൗരന്മാരാണ് ഖത്തറിലുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ഉഭയകക്ഷി ചർച്ച 1 മണിക്കൂറിലധികം നീണ്ടു നിന്നിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ഖത്തർ അമീറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ ചെന്നാണ് സ്വീകരിച്ചത്. ഔദ്യോഗിക സന്ദർശനത്തിന് എത്തുന്ന രാഷ്ട്രതലവന്മാരെ പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്വീകരിക്കുന്നത് അപൂർവമാണ്. മാത്രമല്ല, ഖത്തർ അമീറിനെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുക കൂടി ചെയ്തു നരേന്ദ്രമോദി.